ഫിഡൽ കാസ്ട്രോ മരിച്ചത് അദ്ദേഹത്തിന്റെ മരണത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നവരാക്കിയിട്ട് ഞങ്ങളെ മാറ്റിയിട്ടാണ്. അമേരിക്കക്കറിയാം ക്യൂബയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു ബദൽ സമൂഹം അത് വിജയകരമായി മുന്നോട്ട് പോയാൽ അമേരിക്കക്കകത്ത് കലാപം നടക്കും. ചെഗുവേരയുടെ നാട് ഏതാണ്? ഇതിൽ ഏത് നാടാണ് ചെഗുവേരയുടെ നാട്? അയാൾക്ക് എല്ലാ നാടും, മനുഷ്യരുള്ള എല്ലാ നാടും, മനുഷ്യർ ചൂഷണം ചെയ്യപ്പെടുന്ന എല്ലാ നാടും അദ്ദേഹത്തിന്റെ നാടാണ്. വിയറ്റ്നാമിലേക്ക് സൈന്യത്തെ അയക്കാൻ വേണ്ടി നോക്കുമ്പോൾ മുഹമ്മദ് അലി എന്ത് പറഞ്ഞത്? കാരണം ആ ലോകത്ത് അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ എന്റെ ശത്രുക്കളല്ല, നിറത്തിന്റെ പേരിൽ അവരെന്നെ അടിച്ചമർത്തുന്നില്ല. മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു നാടാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കമ്മ്യൂണിസ്റ്റ് ക്യൂബ. ആ നാട്ടിലേക്കുള്ള സന്ദർശനത്തിന് ശേഷം SFI നാഷണൽ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ എഴുതിയ പുസ്തകമാണ് വാഴ്വേ മനിതർ. ഈ പുസ്തകത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് അദ്ദേഹം. നമസ്കാരം ശ്രീ നിതീഷ് നാരായണൻ. ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം പോലെ തന്നെ വളരെ മനോഹരമായ പേരാണ് വാഴ്വേ മനിതർ. എങ്ങനെയാണ് ഈ ഒരു പേരിലേക്ക് എത്തിയത്? ആദ്യം പുസ്തകത്തിനൊരു പേര് ആലോചിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ക്യൂബൻ യാത്ര എന്ന് മാത്രമായിരുന്നു പേര്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ചിന്ത ആണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ചിന്തയിലെ എഡിറ്റോറിയൽ ബോർഡ് അംഗമാണ് സൂചിപ്പിച്ചത് ഈ പുസ്തകത്തിന് മറ്റൊരു പേര് കൂടി ഉള്ളത് നന്നായിരിക്കും. അപ്പോൾ അവിടെ നിന്നും ചിന്തയിൽ നിന്ന് ഇറങ്ങി ഞാൻ നടക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു വാക്ക് വന്നിട്ടുള്ളത്. ഈ വാക്ക് എന്താണോ ആളുകൾക്ക് മനസ്സിലേക്ക് വരുന്നത്, എന്താണോ അത് ജനിപ്പിക്കുന്നൊരു വികാരം, ഒരു തോന്നൽ, ഒരു അനുഭവം, അതാണ് ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട്. വാഴ്വേ മനിതർ എന്ന വാക്ക് തമിഴ് വാക്കാണ്. അങ്ങനെ ഒരു വാക്ക് യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ചില സുഹൃത്തുക്കൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരു വാക്കില്ല, വാഴ്വേ മനിതർ വാക്കില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു, ഗൂഗിളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വാഴ്വേ മായമുണ്ടല്ലേ, വാഴ്വേ സത്യം ഉണ്ട്, പക്ഷെ വാഴ്വേ മനിതർ എന്ന് പറയുന്ന ഒരു വാക്ക് ഇല്ല. മനുഷ്യൻ വാഴട്ടെ എന്നുള്ളൊരു ഫീല് ലഭിക്കുക എന്നുള്ളതാണ്. അത് ലഭിച്ചാൽ ഈ തലക്കെട്ട് സക്സസ് ആയി എന്നുള്ളതാണ്, അത് തലക്കെട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തമിഴും മലയാളവും അറിയുന്ന ചില ആളുകൾ വിളിച്ചു ചോദിച്ചു എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് തമിഴ് അറിയുന്നത് കൊണ്ടാണ് ഈ ഒരു തോന്നല് വന്നത്. കാരണം മലയാളിക്ക് തമിഴ് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ജനിപ്പിക്കുന്ന ഒരു തോന്നലുണ്ട്, കേൾക്കുമ്പോൾ അവരിൽ ഉണ്ടാവുന്നൊരു, അതാണ് ലക്ഷ്യം വെച്ചത് എന്നല്ലായിരുന്നു പറഞ്ഞത്. മനുഷ്യൻ വാഴട്ടെ എന്നുള്ളതാണ്, അല്ലെ ലോകം. വാഴ്വ് എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് ശരിക്കും. വാഴ്വേ മായം, ലോകം മായമാണ് എന്നുള്ളതാണ്. മനസ്സിൽ പെട്ടെന്ന് വന്നത് വാഴ്വേ മനിതർ, മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് ലോകം. മനുഷ്യനാണ്, മനുഷ്യൻ മനുഷ്യവംശമാണ്, അതിലെല്ലാം പെടുന്നുണ്ട്, പ്രകൃതി ഉൾപ്പെടെ എല്ലാം പെടുന്നുണ്ട്. അങ്ങനെ ഒരു ലോകമാണ് ക്യൂബ. ആ മനുഷ്യൻ വാഴണം. ആ വാഴലിന് രണ്ടർത്ഥാണ് അതിൽ ഉള്ളത്. മനുഷ്യൻ വാഴുന്നൊരു ലോകമാണ് ക്യൂബ. അത് വർക്ക് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇതില്ലേ മനോഹരമായിട്ടുള്ള ഒരു വരിയുണ്ട്, അത് ഞാൻ വായിക്കാം. ഗ്രാൻമയെന്നും ചെഗുവേരയെന്നും ഹവാനയെന്നും പേരിട്ട കേരളത്തിൻ്റെ നാട്ടിൻപുറങ്ങളിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും വായനശാലകളും സാംസ്കാരിക കേന്ദ്രങ്ങളും എൻ്റെ മനസ്സിലേക്ക് മിന്നി മറഞ്ഞു. മക്കൾക്ക് ഫിദൽ എന്ന് പേരിട്ട സുഹൃത്തുക്കളുടെ മുഖം ഓർമ്മയിലേക്ക് ഓടിയെത്തി. ക്യൂബ നഗർ എന്ന് പേര് ചാർത്തിയ നാൽക്കവലകളും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് മുകളിലും ക്യാമ്പസ് ചുവരുകളിലും വരച്ചുവെച്ച നക്ഷത്രം പതിച്ച തൊപ്പി ധരിച്ച ചേയുടെ ദൃശ്യങ്ങളും ഞങ്ങൾക്ക് ചുറ്റും വലയം വെച്ചു. മനോഹരമായ വരികളാണ് ഈ പുസ്തകത്തിൽ. ശരിക്കും മലയാളികൾക്ക് എന്താണ് ക്യൂബ എന്ന് കൃത്യമായിട്ട് വരച്ചിരുന്ന വരികൾ കൂടിയാണ്. ആദ്യം ക്യൂബിൽ കാലുകുത്തിയ സമയത്ത് എന്തായിരുന്നു വികാരം? ഈ പേരുകൾ, ക്യൂബ നമുക്ക് നമ്മുടെ നാട് പോലെ പരിചിതമായിട്ടുള്ള നാടാണ് ക്യൂബ. അപ്പോൾ ഞാൻ ക്യൂബയിലെ പല സഖാക്കളോടും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അവിടുത്തെ യങ് കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ ലീഡറായിട്ടുള്ള മിർത്തിയ ഉണ്ട്. മിർത്തിയയുടെ കഥ പറഞ്ഞിട്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. മിർത്തിയോടും പറഞ്ഞിരുന്നു, നിങ്ങളുടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ ചെഗുവേരയെ ഞങ്ങളുടെ നാട്ടിൽ കാണാൻ പറ്റും. നിങ്ങളുടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ഹവാന ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഗ്രാൻമ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കപ്പൽ. ഗ്രാൻമ അവരുടെ പത്രത്തിന്റെ പേരാണ്. ഗ്രാൻമ ഒരു ക്യൂബയിലെ പ്രോവിൻസിന്റെ പേരാണ്. പക്ഷെ ഗ്രാൻമ ഞങ്ങൾക്ക് വായനശാലയാണ്, കയ്യെഴുത്ത് മാസികകളാണ്, സപ്ലിമെന്റുകളാണ്, ക്ലബ്ബുകളാണ്, പിന്നെ സാംസ്കാരിക വേദികളാണ്. ഗ്രാൻമ നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് പല വാഹനങ്ങളുടെ പേരാണ്, വീടുകളുടെ പേരാണ്. ഇന്നലെ ഞാൻ ആലപ്പുഴയായിരുന്നു. ആലപ്പുഴയിലെ പരിപാടി പങ്കെടുത്തു കഴിഞ്ഞതിന് ശേഷം
മാവേലിക്കര MLA ആയിട്ടുള്ള അരുൺ കുമാറിന്റെ വീട്ടിൽ പോയിരുന്നു. അരുൺ ഞങ്ങളുടെ എല്ലാം കൂടെ SFIയിൽ ഉണ്ടായിരുന്ന ആളാണ്. അരുണിന്റെ മകളുടെ പേര്, മൂത്ത മകളുടെ പേര് അലൈഡ എന്നാണ്. ചെഗുവേരയുടെ ഭാര്യയാണ്, മകളുടെ പേര് അലൈഡ എന്നുള്ളത് വെച്ചിട്ടാണ് നമുക്ക് അറിയാം. ഫിഡലിന് പേരുള്ള എത്രയോ മക്കൾ ഉള്ള സുഹൃത്തുക്കള് ഞങ്ങൾക്കുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫിഡൽമാരുണ്ട്, ഷാവേഴ്സുമാരുണ്ട്, നമുക്കറിയാം. ചെഗുവേര ക്ലബ്ബുകള്, പിന്നെ ഷാവേഴ്സ് നഗർ, ഫിഡൽ നഗർ, നാട്ടിൻ പുറത്തെ ചുറ്റുപാടുകൾക്ക് പോലും അങ്ങനെ പേര്. അതെ അതെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ പല നമ്മുടെ എല്ലാം കോളേജ് യൂണിയൻ ഓഫീസുകൾക്ക് പലപ്പോഴും ക്യൂബ പേരിട്ടുണ്ടല്ലോ. ഹോസ്റ്റൽ മുറികൾക്ക് ക്യൂബ ആളുകളിൽ പല ഹോസ്റ്റലും കേരളത്തിലെ പല കോളേജ് യൂണിയൻ ഹോസ്റ്റലിൽ പോയാൽ ക്യൂബ കാണാൻ വേണ്ടിട്ട് നമുക്ക്. അതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അതായത് ക്യൂബയിൽ വന്നിട്ടില്ല എന്നല്ല, പക്ഷെ ക്യൂബയിലാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങൾ ജനിച്ച കാലത്ത് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി പോയിരുന്നു. ഒരു കാലത്തെ മുഴുവൻ പ്രചോദിപ്പിച്ചത് സോവിയറ്റ് യൂണിയൻ. സോഷ്യലിസത്തിന്റെ ഒരു ആശയം മനുഷ്യരിലേക്ക് ഒരു ആവേശമായിട്ട് ഇങ്ങനെ പകർന്നു കൊടുക്കുന്നതിൽ, ഒരു പ്രത്യാശയായി പകർന്നു കൊടുക്കുന്നതിൽ, അതിന്റെ ഒരു ആത്മവിശ്വാസത്തിലേക്ക് ജനങ്ങൾ എത്തിക്കുന്നതിൽ സോവിയറ്റ് യൂണിയന് വലിയ പങ്കാണ്. പക്ഷെ സോവിയറ്റ് യൂണിയൻ ഇല്ലാത്ത കാലത്താണ് ഞങ്ങളുടെ തലമുറ വളരുന്നത്. ഞങ്ങൾ വളരുന്നത് ക്യൂബയിലാണ്, രാഷ്ട്രീയമായിട്ട് വളരുന്നത്. ക്യൂബ അന്ന് പകർന്നു നൽകിയിട്ടുള്ള ഒരു ആത്മവിശ്വാസം, അത് നമുക്ക് വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന ഒന്നല്ല. അങ്ങനെ നമ്മളെല്ലാം എത്രയോ കാലമായി രാഷ്ട്രീയമായി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് കാലെടുത്ത് വെക്കുന്നത്, ആ മണ്ണിലാണ് കാലെടുത്ത് വെക്കുന്നത് എന്നുള്ളൊരു വികാരം ലോകത്ത് ഏത് നാട്ടിൽ പോകുന്നതിനേക്കാളും ആ നാട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അത് സഫലമായി സന്തോഷമാണ് അപ്പോഴുണ്ടായി. SFI ജനറൽ സെക്രട്ടറിയുള്ള മയൂക്കി വിശ്വാസിനോട് കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ ഈ യുവാക്കളുമായിട്ട് സംവദിച്ചപ്പോൾ പല മേഖലകളിലെ ആളുകളായിട്ട് സംവദിക്കാനൊക്കെ ഇടയുണ്ടായി. എന്തായിരുന്നു ആ അനുഭവങ്ങൾ? ക്യൂബയിൽ പോകുന്നത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡെമോക്രാറ്റിക് യൂത്തിന്റെ സമ്മേളനത്തിലും ക്യൂബൻ ഐക്യദാർഢ്യ മിഷനിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെ ക്ഷണിക്കുന്നത് ക്യൂബയിലെ യങ് കമ്മ്യൂണിസ്റ്റ് ലീഗാണ്. യങ് കമ്മ്യൂണിസ്റ്റ് ലീഗായിരുന്നു അതിന്റെ മുഖ്യ സംഘാടകർ. എൻ്റെ യാത്ര 3 തവണ മുടങ്ങിക്കഴിഞ്ഞിട്ടാണ് പിന്നീട് ക്യൂബയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. മുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്യൂബയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രകൃതിക്ഷോഭമായിരുന്നു. അതിനെ സംബന്ധിച്ച് ആദ്യ ഘട്ടത്തിൽ നടത്താൻ തീരുമാനിച്ച പരിപാടി മാറ്റിവെക്കേണ്ടി വന്നു. പിന്നെ 2 തവണയും പോക്ക് മുടങ്ങാനുള്ള കാരണം ഫ്രാൻസിന്റെ ട്രാൻസിറ്റ് വിസ ലഭിക്കുന്നതിലുള്ള പ്രയാസമായിരുന്നു. ഫ്രാൻസ് ലോകത്തെ ഏറ്റവും വലിയ കൊളോണിയൽ ശക്തികളിൽ ആണ്. ആഫ്രിക്കയൊക്കെ അതിഭീകരമായിട്ട് കൊള്ളയടിച്ച ചരിത്രമാണ് ഫ്രാൻസിന്. ഫ്രാൻസിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടല്ല, ഫ്രാൻസ് വഴിയാണ്, പാരീസ് വഴിയാണ് ഹവാനയിലേക്ക് പോകേണ്ടത്. പക്ഷെ അവിടെ ആ എയർപോർട്ടിൽ വന്നിറങ്ങി മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് അതേ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നമുക്ക് എടുക്കാനുള്ളപ്പോൾ പോലും ഫ്രാൻസിന്റെ ട്രാൻസിറ്റ് വിസ ആവശ്യമായിരുന്നു. ഇതൊരു കൊളോണിയൽ ഭൂതം എത്രത്തോളം ഈ ലോകത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത്. കാരണം 3-ാം ലോക രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവർ വരുന്നത് അവരെ വിശ്വാസമില്ല എന്നുള്ളത്. ശരിക്കും ഈ 3-ാം ലോക രാജ്യങ്ങളെ കൊള്ളയടിച്ചിട്ടാണ് നിങ്ങൾ പാരീസ് നഗരവും ലണ്ടനും എല്ലാ മഹാനഗരങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാണ്ട് അവരെ ഇങ്ങനെ പാപ്പരാക്കി മാറ്റിയത് ഈ കോളനി വൽക്കരിക്കപ്പെട്ട രാഷ്ട്രങ്ങളാണ്. പക്ഷെ ഇപ്പോഴും അവരെ എത്രത്തോളം ആ കോളനി വൽക്കരണത്തിന്റെ അതിന്റെ ബാധ എത്രത്തോളം പിന്തുടരുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുമായിരുന്നു. ഞാനും മയൂഖും 2 വഴികളിലൂടെയാണ് പോയത്. ഞാൻ ആംസ്റ്റർഡാം പോവുകയും പിന്നീട് പനാമ സിറ്റി പോവുകയും അവിടുന്ന് ക്യൂബയിലേക്ക് പോവുകയും ചെയ്തു. മയൂഖ് ഡൽഹിയിൽ നിന്ന് ഇസ്താംബൂൾ തുർക്കിയിലേക്ക് പോവുകയും തുർക്കിയിൽ നിന്ന് പിന്നെ ഹവാനയിലേക്ക് വരികയാണ് ചെയ്തിരുന്നത്. അപ്പം ലോകത്ത് ആ സമ്മേളനത്തിൽ ഒരു 10-40ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. വിവിധ ലോക രാജ്യങ്ങളിലെ ഇടതുപക്ഷ സംഘടനകൾ, പുരോഗമന സംഘടനകളൊക്കെ, യങ് കമ്മ്യൂണിസ്റ്റ് ലീഗ് പോലെയുള്ള വിവിധ രാജ്യങ്ങളിലെ സംഘടനകളൊക്കെ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരുമായിട്ടെല്ലാം സംസാരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുമുള്ള വിവിധ ഡെലിഗേഷനുകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. വെനിസ്വേലയിലെ പോരാളികളുണ്ടായി, ബ്രസീലിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു, ആ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആളുകളുണ്ട്. ആ ആളുകളോട് സംസാരിക്കുമ്പോഴാണ് എത്രത്തോളമാണ് ലോകത്തെ സാമ്രാജ്യത്വ ശക്തികൾ ഈ 3-ാം ലോക രാജ്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ചിത്രം നമുക്ക് കൃത്യമായിട്ട് അവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ക്യൂബയിലെത്തിക്കഴിഞ്ഞതിന് ശേഷം വിവിധ തരത്തിൽ അവിടുത്തെ ഡോക്ടർമാരെ കാണാൻ സാധിച്ചു, തൊഴിലാളികളെ കാണാൻ സാധിച്ചു.
കണ്ട ഏറ്റവും ആവേശകരമായിട്ടുള്ള അനുഭവങ്ങളിലൊന്ന് റെനെ ഗോൺസാലസിനെ കണ്ടതായിരുന്നു. റെനെ ഗോൺസാലസ് ക്യൂബൻ 5 എന്നറിയപ്പെടുന്ന ക്യൂബയിലെ വിപ്ലവ സംഘത്തിന്റെ ഏറ്റവും മുതിർന്ന ആളായിരുന്നു. ക്യൂബയെ തകർക്കാൻ അമേരിക്ക മിയാമി കേന്ദ്രീകരിച്ച് നടത്തിയൊരു തീവ്രവാദ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു 1990-കൾക്ക് ശേഷം. അതിനവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ സ്ഫോടനം നടത്തുകയും ക്യൂബൻ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ടുള്ള ടൂറിസത്തെ തകർക്കുക എന്നുള്ളതായിരുന്നു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം. ഇങ്ങനെയുള്ള പദ്ധതി അവർ നടപ്പിലാക്കിയപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അത് തടയാൻ വേണ്ടിയിട്ടും മിയാമിയിലേക്ക് സാഹസികമായി യാത്ര ചെയ്ത ആളുകളായിരുന്നു ക്യൂബയിലെ ചില ഇന്റലിജന്റ് ഓഫീസർമാർ. അവർ ദീർഘകാലം മിയാമിയിൽ ഒളിവിലല്ല പലതരത്തിൽ, അതായത് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ചിലപ്പോൾ ഒറ്റുകാരായി മാറിയിട്ട് ക്യൂബയിൽ നിന്നുള്ള ഒറ്റുകാരായിട്ടൊക്കെയാണ് അവരവിടെ ജീവിക്കുന്നത്. പക്ഷെ അതിനകത്ത് വളരെ സമർത്ഥമായിട്ട് അവർ ഈ പറയുന്ന ഓരോ പദ്ധതിയും തിരിച്ചറിയുകയും സാഹസികമായിട്ടത് ക്യൂബയെ അറിയിക്കുകയും ക്യൂബ ഈ പദ്ധതികളെല്ലാം തകർക്കുകയും ചെറുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ 1998 അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ 5 പേർ 10-16 വർഷത്തോളം കാലം അമേരിക്കയുടെ തടവിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് മുന്നിൽ അമേരിക്ക പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി, പണം, പദവി, എല്ലാ സൗകര്യങ്ങളും. കാരണം ക്യൂബയിൽ അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ എന്നിട്ടും അവർ ക്യൂബയെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. പുറത്തു വരില്ല എന്ന് അവർക്ക് 100% അറിയായിരുന്നു. എന്നിട്ടും അവർ ഒരു വാക്കുകൊണ്ട് ക്യൂബയെ ഒറ്റുകൊടുക്കാൻ വേണ്ടി തയ്യാറായി. അക്കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നയാളാണ് റെനെ ഗോൺസാലസ്. 34-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം 1991 ഒരു വിമാനം റാഞ്ചിക്കൊണ്ട് സ്വന്തം കുടുംബത്തെ പോലും അറിയിക്കാതെ മിയാമിയിലേക്ക്, ഫ്ലോറിഡയിലേക്ക് പറക്കുന്നത്. ക്യൂബയിൽ അദ്ദേഹം അറിയപ്പെട്ടത് രാജ്യദ്രോഹി എന്നായിരുന്നു. ക്യൂബയിലെ ചുരുക്കം ചില ആളുകൾക്ക് അറിയല്ലാതെ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹം തിരിച്ചു വരുന്നത് 55-ാമത്തെ വയസ്സിലാണ് തിരിച്ചു വരുന്നത്. അതായത് തൻ്റെ യൗവനകാലം മുഴുവൻ ഈ പറയുന്ന ക്യൂബക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച ഒരാളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള നിരാശയില്ല, ഒരു നഷ്ടബോധവും. എങ്ങനെയാണ് ഒരു വിപ്ലവകാരികളുടെ സമൂഹം നിർമ്മിച്ചെടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവായിരുന്നു റെനെ ഗോൺസാലസ്. അദ്ദേഹം വളരെ സാധാരണക്കാരനായിട്ടാണ് ക്യൂബയിൽ ജീവിക്കുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ അവിചാരിതമായിട്ടാണ് കാണുന്നത്. ഒരു തവണ ഓൾഡ് ഹവാനയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ക്യൂബയുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിലെത്തുമ്പോൾ പാർലമെന്റ് മന്ദിരം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ നിന്ന് മുകളിൽ നിന്നൊരു പ്രായമായ മനുഷ്യനും 2-3 ആളുകൾ ആ പടികൾ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന അവിടുത്തെ ഞങ്ങളുടെ കൂടെ ക്യൂബയിൽ സഹായിക്കാണ്ടായിരുന്ന സഖാവ് ഒച്ചത്തിൽ വിളിച്ചു വന്ന റെനെ ഗോൺസാലസ്, ക്യൂബൻ 5-ലെ റെനെ ഗോൺസാലസ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഞരമ്പുകളിൽ ഇങ്ങനെ തീ പായിരുന്നു ഇത് കേട്ട സമയത്ത്. കാരണം ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ വായിച്ചറിഞ്ഞു. ഞങ്ങൾ ഓടിപ്പോയിട്ട് അദ്ദേഹത്തിന്റെ കയ്യാ പടവുകളിൽ നിന്ന് പിടിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം വരുന്നു. അതിനു മുമ്പ് ക്യൂബൻ 5-ലുള്ള മറ്റൊരു പോരാളിയെ ഞാൻ SFIയുടെ മാഗസിന് വേണ്ടി, സ്റ്റുഡന്റ് സ്ട്രഗിളിന് വേണ്ടി അഭിമുഖം ചെയ്തിരുന്നു, ഫെർണാണ്ടോ ഗോൺസാലസ്. അദ്ദേഹത്തെ ഡൽഹിയിൽ വെച്ചിട്ടും നേപ്പാളിൽ വെച്ചിട്ടും കണ്ടൊരു സമയത്തായിരുന്നു. ആ ഇന്റർവ്യൂവിന്റെ കോപ്പി അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹം കുറെ നേരം നമ്മളോട് സംസാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ എങ്ങനെയാണ് ഒരു സമൂഹം വിപ്ലവകാരികളായിട്ടുള്ള ഡോക്ടർമാരെ, സൈനികോദ്യോഗസ്ഥരെ, എഴുത്തുകാരെ, പിന്നെ സാമൂഹ്യ പ്രവർത്തകരെ ഒക്കെ നിർമ്മിക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടത്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിൽ ക്യൂബയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അത് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക അടക്കമുള്ള മുതലാളിത്ത രാജ്യങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു ശക്തികൾക്ക് മുൻപാകെ കീഴടങ്ങുന്ന ഒരു ജനവിഭാഗമല്ല ക്യൂബ. ആശയങ്ങൾ കൊണ്ട് ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ജനതയാണ് ഞങ്ങളുടെ ജനം എന്നാണ് ഫിദൽ കാസ്ട്രോ പണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യരാണ് അവിടെയുള്ളത്. ക്യൂബ അതിജീവിക്കുന്നത് ക്യൂബയിലെ മനുഷ്യരുടെ കരുത്തുകൊണ്ടാണ്. അല്ലാണ്ട് ക്യൂബയുടെ ആയുധപ്പുരകളുടെയോ ക്യൂബയുടെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ സപ്പോർട്ടിൻ്റെയോ ഒന്നും, ഏതെങ്കിലും സൈനിക സഖ്യത്തിൻ്റെയോ ലോകത്തെ ഏതെങ്കിലും സംഘടനകളുടെയോ പിൻബലത്തിലോ അല്ല ക്യൂബ അതിജീവിക്കുന്ന അവിടുത്തെ ജനങ്ങളുടെ കരുത്തിലാണ്. ആ ജനങ്ങളെ അത്തരത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് ക്യൂബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഫിഡൽ കാസ്ട്രോ മരിച്ച ദിവസം, അതിൻ്റെ തൊട്ടടുത്ത ദിവസം 2016 നവംബർ മാസം 25-ാം തീയതി, അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ക്യൂബൻ എംബസിയിൽ പോകുന്നുണ്ട് ഡൽഹിയിൽ. ഞാനും
പാർട്ടിയുടെ നേതാവായിട്ടുള്ള ബിജു കൃഷ്ണനും SFI പ്രസിഡന്റ് VP സാനും ഒക്കെയാണ് പോകുന്നത്. അപ്പം അന്ന് അവർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിഡൽ കാസ്ട്രോ മരിച്ചത് അദ്ദേഹത്തിൻ്റെ മരണത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നവരാക്കിയിട്ട് ഞങ്ങളെ മാറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തകർന്നു പോകുമായിരുന്നു. അതായത് തൻ്റെ മരണത്തെ പോലും എങ്ങനെയാണ് ഒരു ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്ന ഒന്നാക്കിയിട്ട് മാറ്റുക, അതിനുള്ളൊരു പ്രവർത്തനത്തിലായിരുന്നു ഫിഡൽ കാസ്ട്രോ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയായിരുന്നു, ഞാനില്ലാതായി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്യൂബയെ തകർക്കാനുള്ള അടുത്തൊരു പദ്ധതിയായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ആത്മവിശ്വാസം തകരാം എന്നുള്ളത്. ആ ആത്മവിശ്വാസം തകരാത്ത നിലയിലേക്ക് ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുകൂടിയാണ് താൻ മരിക്കുമെന്നും താൻ മരിച്ചാലും സോഷ്യലിസം ബാക്കിയാകുമെന്നും ക്യൂബ മുന്നോട്ട് പോകുമെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഫിഡൽ കാസ്ട്രോ മരിക്കുന്നത്. അവസാന നിമിഷം വരെ ആ ഒരു വിപ്ലവ പ്രവർത്തനം ഫിഡൽ കാസ്ട്രോ ഏറ്റെടുത്ത് നടത്തേണ്ടതെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഈ അർത്ഥത്തിൽ എല്ലാ അർത്ഥം ഇപ്പം അവിടുത്തെ ഡോക്ടർമാർ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവിടുത്തെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മിർത്തിയ, യങ് കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ നേതാവ്, മിർത്തിയോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കൽ ചോദിച്ചിരുന്നു, മിർത്തിയുടെ രണ്ട് മുത്തശ്ശന്മാർ ക്യൂബൻ വിപ്ലവത്തിന്റെ ഭാഗമായിരുന്ന പോരാളികളായിരുന്നു. മുത്തശ്ശി അക്ഷരം പഠിക്കുന്നത് ക്യൂബൻ വിപ്ലവത്തിന് ശേഷമുള്ള സാക്ഷരതാ യജ്ഞത്തിലൂടെയാണ്. മിർത്തിയോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് മിർത്തി അവിടുത്തെ ബാലസംഘം, കുട്ടികളുടെ സംഘടന മുതൽ പ്രവർത്തിച്ചു വന്ന് യങ് കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ നേതാവായ ആളാണ്. മിർത്തിയോട് ഒരിക്കൽ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം, ആരാണ് ഇതിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് വരുന്നത് എന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിച്ചാൽ മിർത്തിയെ പറഞ്ഞ വാക്ക്, കോമ്രേഡ് സഖാവേ, ഐ ബിലോങ് ടു എ വർക്കിംഗ് ക്ലാസ് ഫാമിലി എന്ന്. ഞാനൊരു തൊഴിലാളി വർഗ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. നമ്മളെന്താ കരുതുക, ഒരു ഫാക്ടറി തൊഴിലാളിയുടെ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരുടെ മകളാണ്. അടുത്ത വാചകം പറഞ്ഞത്, ബോത്ത് മൈ പേരൻസ് ആർ ഡോക്ടേഴ്സ്. എൻ്റെ രക്ഷിതാക്കൾ രണ്ടാളും ഡോക്ടർമാരാണ്. അതായത് ഡോക്ടർമാർ അവരെ കണക്കാക്കുന്നത് ഞങ്ങൾ തൊഴിലാളികളാണ് എന്നുള്ളതാണ്. അതായത് അതിലവർ അഭിമാനത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. അതായത് തൊഴിലാളിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭിമാനമെന്നും തൊഴിൽ ചെയ്യുന്നവർ തമ്മിൽ വിവേചനങ്ങളില്ല എന്നുമുള്ള വർഗവിവേചനം ഏറ്റവും കുറഞ്ഞൊരു സമൂഹത്തെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അധ്യാപകർ അവരെ കാണുന്നത് വിപ്ലവകാരികളായിട്ടുള്ള അധ്യാപകരായിട്ടാണ്. അതായത് ഞങ്ങൾ ചെയ്യുന്നത് വിപ്ലവ ക്യൂബയെ സംരക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടിയാണ്, അല്ലാണ്ട് ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രവർത്തനമല്ല. ഡോക്ടർമാർ അതുകൊണ്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവിടെ ഡോക്ടർമാർ, നമുക്ക് കുടുംബ ബന്ധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർമാർ ടാക്സി ഡ്രൈവർമാർ വിവാഹം കഴിക്കുന്ന ആളാണ്. നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ചിന്തിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സമത്വത്തിന്റെ ജീവിത അടയാളങ്ങൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു തരത്തിലുമുള്ള വർഗ വൈരുദ്ധ്യങ്ങൾ ഇല്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടക്കാൻ ശ്രമിച്ചു എന്നല്ല. ഇത് തനിയെ സംഭവിക്കുന്ന ഒന്നല്ല. ഇത് സംഭവിക്കുന്നത് ജനങ്ങളുടെ ബോധത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ആ പ്രോസസ്സിന് സാധിച്ചു എന്നുള്ളതാണ്. അത് ജനങ്ങളെ അടിച്ചമർത്തുന്നത് കൊണ്ടല്ല, ജനങ്ങളുടെ ബോധ നിലവാരത്തെ ഉയർത്തുന്നതുകൊണ്ടാണ്. പുതിയൊരു ലോകവീക്ഷണം ജനങ്ങൾക്ക് നൽകുന്നതുകൊണ്ടാണ്. സോഷ്യലിസം എന്ന മഹത്തായ ആശയം അത്രത്തോളം ആളുകളുടെ ഉള്ളിൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള അടിയുറച്ച വിശ്വാസം ആ ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് അമേരിക്കയിൽ നിന്ന് 90 മൈൽ മാത്രം അകലെയുള്ള കേരളത്തിന്റെ ജനസംഖ്യയുടെ 1/3 മാത്രമല്ല, ലോകത്ത് മുതലാളിത്ത രാജ്യങ്ങളിലുള്ള പല സൗകര്യങ്ങളും ഇല്ലാത്ത, വലിയ സമ്പന്ന രാജ്യമൊന്നുമല്ലാത്ത ഒരു നാടിന് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ചോദ്യം, ആ ജനങ്ങൾ അതിന് തയ്യാറാണ്. കാരണം അവർ അതിനെ സംരക്ഷിക്കാൻ തയ്യാറാണ്. അതിന്റെ മൂല്യം അറിയുന്നവരാണ് അവർ എന്നല്ല. ഈ അമേരിക്ക നിലവിൽ ഇതിന്റെ ഈ ക്യൂബയുടെ അതിർത്തികളിലെല്ലാം പതിയിരിക്കുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും കീഴ്പ്പെടുത്താം എന്നുള്ള രീതി. പക്ഷെ അങ്ങനെയൊന്നും കീഴ്പ്പെട്ടു പോകുന്നില്ല ജനത. ഇല്ല. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കേണ്ടത് 1959 മുതൽ ക്യൂബക്ക് മുകളിൽ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. അതായത് ലോകത്തിലെ ഏറ്റവും ദീർഘമായ യുദ്ധങ്ങളിലൊന്ന് ക്യൂബയ്ക്ക് മേൽ അമേരിക്ക നടത്തുന്ന യുദ്ധം കൂടിയാണ്. പലതരത്തിൽ അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. ഇതിനിടയിൽ വിയറ്റ്നാമിലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുണ്ട് അമേരിക്ക. ഇതിനിടയിൽ അഫ്ഗാനിസ്ഥാനെ തകർത്തിട്ടുണ്ട്, ഇറാഖിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്, ലിബിയയെ തകർത്തിട്ടുണ്ട്, ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. എത്രയോ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, സമ്പത്തുകൾ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. പലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കൊലക്ക് ഇസ്രായേലിന് എല്ലാ പിന്തുണയും കൊടുത്തിട്ടുണ്ട്. ഈ ഭീകരതയോടാണ് ക്യൂബ ചെറുത്ത് നിന്നത്. ഈ 1.25 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു നാട് ജീവിക്കുന്നതിൽ എന്തിനാണ് അമേരിക്കക്ക് ഇത്ര പ്രയാസം എന്ന് ആളുകൾക്ക് ചിലപ്പോൾ തോന്നാം. കഴിഞ്ഞ 29 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഐക്യരാഷ്ട്രസഭ ക്യൂബക്ക് മുകളിലുള്ള ഉപരോധം ഒഴിവാക്കണമെന്ന പ്രമേയം പാസ്സാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ആ പ്രമേയം പാസ്സാക്കിയത് കഴിഞ്ഞ ഒക്ടോബർ മാസം 30-നായിരുന്നു.
189 രാജ്യങ്ങളാണ് വോട്ടെടുപ്പ് പങ്കെടുത്തത്. 187 രാജ്യങ്ങൾ പറഞ്ഞു ഒരു കാരണവശാൽ, അതും മുതലാളിത്ത രാജ്യങ്ങളുണ്ട്, നാറ്റോ സഖ്യത്തിലുള്ള രാജ്യങ്ങളുണ്ട്, അമേരിക്കയുടെ ഏറ്റവും അടുത്ത രാജ്യങ്ങളുണ്ട്, എല്ലാ രാജ്യങ്ങളും പറഞ്ഞു ഒരു കാരണവശാലും ഈ രാജ്യത്തിന് നേരെയുള്ള ഉപരോധം തുടർന്നു പോകരുത്, അത് അവസാനിപ്പിക്കണം. അതിനെതിരെ അവർ വോട്ട് ചെയ്തു. 2 രാജ്യങ്ങൾ മാത്രമാണ് ഉപരോധത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്. അമേരിക്ക ശരിക്കും സമ്മർദ്ദത്തിലാണ്, ഇസ്രായേലാണ്. അമേരിക്കയും ഇസ്രായേലും മാത്രമാണ്. പക്ഷെ അത് നടക്കുകയാണ്. എന്നാലും അമേരിക്ക പിന്നോട്ട് പോകില്ല. ലോകം മുഴുവൻ അമേരിക്കക്കെതിരായിട്ട് നിന്നു ക്യൂബയുടെ വിഷയത്തിൽ. എന്നാലും അമേരിക്ക പിന്നോട്ട് പോകില്ല. എന്തുകൊണ്ട് പിന്നോട്ട് പോകില്ല? അമേരിക്കക്കറിയാം ക്യൂബയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു ബദൽ സമൂഹം അത് വിജയകരമായി മുന്നോട്ട് പോയാൽ അമേരിക്കക്കകത്ത് കലാപം നടക്കും. അമേരിക്കയിലെ തൊഴിലാളി വർഗം കലാപം. ഞങ്ങളോട് അമേരിക്കയിൽ നിന്ന് വന്നൊരു പ്രതിനിധി പറഞ്ഞിരുന്നു, എനിക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വ്യക്തമായ ഒരു കാര്യം, എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്ര ക്രൂരമായിട്ട് ക്യൂബയുടെ കഴുത്ത് ഞെരിക്കാൻ വേണ്ടി നോക്കുന്നത്? കാരണം ക്യൂബയിൽ ഈ പദ്ധതി ഉണ്ടല്ലോ, പൊതുജനാരോഗ്യം, എല്ലാവർക്കും വിദ്യാഭ്യാസം, വർഗ വൈരുദ്ധ്യങ്ങളില്ലാത്ത ഒരു സമൂഹം, സാർവദേശീയത, ഇങ്ങനെ ഒരു സമൂഹം ഇവിടെ സക്സസ്ഫുൾ ആണ് എന്ന് അവിടുത്തെ തൊഴിലാളി വർഗത്തിന് മനസ്സിലായാൽ അമേരിക്കയിൽ അവർ കലാപം നടത്തും. കാരണം അമേരിക്കയിൽ ഒരാൾക്ക് അയാളുടെ ആരോഗ്യ ചെലവ് എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിന് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒന്നല്ല. ക്യൂബയിൽ ആരോഗ്യം എന്നുള്ളത് ആ നാട്ടിലെ ജനങ്ങളുടെ, ആ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം. ആ സമൂഹമാണ് വേണ്ടത് എന്ന് പറഞ്ഞുള്ള കലാപം അമേരിക്കയിൽ നടക്കും. അതുകൊണ്ട് അമേരിക്കക്ക് നിലനിൽക്കണമെങ്കിൽ ക്യൂബയെ അവസാനിപ്പിക്കുക കൂടിയാണ്. അത് ചെറിയ രാജ്യമായിരിക്കും, പക്ഷെ അതല്ല അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്യൂബ ഇത് ചെയ്യുന്നത്. പക്ഷെ അതിനെ ചെറുത്തുകൊണ്ടാണ് അമേരിക്ക ഇത് ചെയ്യുന്നതും ക്യൂബ അതിനെ ചെറുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ ക്യൂബയെ കുറ്റം പറയുന്ന ആളുകൾ പറയാറുണ്ട്, അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലേ, ഓരോരു പാർട്ടി ഭരിക്കുന്ന രാജ്യമല്ലേ. അപ്പം അമേരിക്ക തന്നെ പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ നാട്ടിൽ 2 പാർട്ടിയുണ്ട്, ഡെമോക്രാറ്റിക് പാർട്ടിയുണ്ട്, റിപ്പബ്ലിക്കൻ പാർട്ടിയുണ്ട്. അങ്ങനെ പറയുന്നൊരു രാജ്യത്ത് പോലും കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ മനുഷ്യർക്ക് തുല്യത ലഭിക്കുകയോ പലതരത്തിലുള്ള വിവേചനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നില്ലാതെ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു രാജ്യമാകാൻ ഈ ക്യൂബയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. റൗൾ കാസ്ട്രോ തന്നെ പണ്ട് തമാശയായിട്ട് പറഞ്ഞ കാര്യം അങ്ങ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യത്ത് വേണേൽ 2 പാർട്ടി എന്നുള്ള രീതിയിൽ വേണേൽ കാണാം. റൗൾ കാസ്ട്രോയുടെ ഒരു വിഭാഗം, ഫിദൽ കാസ്ട്രോയുടെ വിഭാഗം. പക്ഷേ അങ്ങനെ അത് തമാശയായിട്ട് പുള്ളി പറഞ്ഞാണ്, അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ എങ്കിൽ പോലും മുന്നോട്ട് വെക്കുന്ന ആശയം ഒന്നാണ്. ആ ആശയം കൊണ്ടാണ് ഈ രാജ്യം ലോകത്തിന് മുൻപാകെ തിളങ്ങി നിൽക്കുന്നത്. അത് റൗൾ കാസ്ട്രോ പറഞ്ഞ മറുപടിയാണ് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മറുപടികളിലൊന്ന്. അമേരിക്കയിലെ ജേർണലിസ്റ്റാണ് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ജനാധിപത്യം ഉണ്ട്, നിങ്ങളുടെ നാട്ടിൽ ഇല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ജനാധിപത്യം ഉണ്ടോ എന്നാണ് റൗൾ കാസ്ട്രോ ചോദിക്കുന്നത്. ഉണ്ട് എന്ന് പറയുമ്പോൾ, ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ജേർണലിസ്റ്റ് പറയുന്ന കാര്യം, ഞങ്ങളുടെ നാട്ടിൽ 2 പാർട്ടി ഉണ്ടല്ലോ എന്നാണ്. അപ്പൊ റൗൾ കാസ്ട്രോ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലും 2 പാർട്ടി ഉണ്ട്. ഒന്ന് ഫിഡൽ കാസ്ട്രോ നയിക്കുന്ന പാർട്ടി, ഒന്ന് ഞാൻ നയിക്കുന്ന പാർട്ടി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ, കാരണം നിങ്ങളുടെ നാട്ടിൽ 2 പാർട്ടി ഉണ്ടാകും, പക്ഷെ 2 നയമില്ല. അതായത് പലസ്തീനെ ആക്രമിക്കുന്ന കാര്യത്തിൽ, ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്ന കാര്യത്തിൽ, ലോകത്തെ കീഴടക്കുന്ന കാര്യത്തിൽ, ലോകത്തെ സാമ്പത്തിക സംഘടനകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, അധിനിവേശം നടത്തുന്ന കാര്യത്തിൽ, സാമ്രാജ്യത്വ പദ്ധതി നടത്തുന്ന കാര്യത്തിൽ, മുതലാളി വർഗത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ അമേരിക്കയിലെ 2 പാർട്ടിക്ക് ഒറ്റ നിലപാട് മാത്രമേ. ഇപ്പൊ ബരാക് ഒബാമ വലിയ തരത്തിൽ ആഘോഷിക്കപ്പെടുന്ന ആളാണ്. ബരാക് ഒബാമയുടെ ഭരണകാലത്ത് അമേരിക്ക കൊന്നുകളഞ്ഞ സിവിലിയന്മാർ, ഞാൻ സൈനികോദ്യോഗസ്ഥരുടെ കാര്യമല്ല പറയുന്നത്, സിവിലിയന്മാർ വിവിധ രാജ്യങ്ങളിലെ, ഒരു സിവിലിയനോട് ഒരു ദിവസം വെച്ച് മാപ്പ് പറയാൻ വേണ്ടി എടുത്താൽ 2 വർഷം എടുക്കും മാപ്പ് പറഞ്ഞു തീരാൻ എന്നുള്ളതാണ്. അത്രയേറെ സിവിലിയന്മാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട് അമേരിക്ക. ക്യൂബ എന്താ ചെയ്യുന്നത്? ലോകത്തെ 67 രാജ്യങ്ങളിലേക്ക് ഡോക്ടർമാരെ കയറ്റി അയക്കുന്ന നാടാണ്. ബോംബും സൈനികരെയും മിസൈലും അമേരിക്ക കയറ്റി അയക്കുമ്പോൾ ഡോക്ടർമാരെയും ആരോഗ്യ സംവിധാനത്തെയും ആണ് ക്യൂബ ലോകത്തേക്ക് കയറ്റി അയക്കുന്നത്. എന്താണ് കയറ്റി അയക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. യുദ്ധവെറിയാണോ കയറ്റി അയക്കപ്പെടേണ്ടത്, മാനവികതയാണോ കയറ്റി അയക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ജനാധിപത്യത്തിന്റെ വിഷയം അമേരിക്കയിലെ, അത് ക്യൂബൻ ജയിലിൽ കിടന്നിട്ടുള്ള ഫെർണാണ്ടോ ഗോൺസാലസിന്റെ വാക്ക് ഞാൻ ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അമേരിക്കയിൽ കോടിക്കണക്കിന് ഡോളർ, ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പത്തില്ലാത്ത ഒരാൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പറ്റുമോ? ലോകത്തിലെ ഏറ്റവും ചെലവ് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ലേ അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഏത് വർഗത്തെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്? അവിടുത്തെ ഒരു സാധാരണക്കാരൻ അവിടെ
ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും. ഈ വലിയ സമ്പന്നരാണല്ലോ തെരഞ്ഞെടുപ്പ് സ്പോൺസർ ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങളല്ലേ പിന്നീട് ഉണ്ടാവുക. എന്ത് ജനാധിപത്യത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് വലിയൊരു ബിസിനസ്സിൽ ഒപ്പുവെക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആരാണ് ഏറ്റവും നന്നായിട്ട് ബിസിനസ് നടത്തുക എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്കസ് മാത്രമാണ് അവിടെ നടക്കുന്ന ജനാധിപത്യം എന്നല്ല. അല്ലാതെ അമേരിക്കയിൽ ജനാധിപത്യമൊന്നും ഇല്ല. മറിച്ച് ക്യൂബയിൽ ഓരോ നിയമം വരുമ്പോഴും ക്യൂബയിൽ മുഴുവൻ നാടുകളിലും ജനങ്ങളെ വിളിച്ചു ചേർത്തിട്ട് അവരുടെ യോഗം നടത്തി അവരോട് അത് വിശദീകരിക്കും. എന്നിട്ട് ജനങ്ങളുടെ അഭിപ്രായം എടുക്കും. അവർക്ക് അമെൻമെന്റ് നൽകാൻ വേണ്ടിയിട്ട് പറ്റും. 2019 ഭരണഘടനാ അമെൻമെന്റ് ക്യൂബയിൽ നടക്കുന്നതിൽ 82% മാറ്റം വരുത്തുന്നുണ്ട്. കാരണം മാറ്റം വരുത്താനുള്ള കാരണം ജനങ്ങളോട് സംസാരിക്കുന്നു, അവരുടെ അമെൻമെന്റ് വാങ്ങുന്നു, അത് കേൾക്കുന്നു, അതിനുശേഷം അതിനനുസരിച്ച് മാറ്റം വരുത്തുന്നു, വീണ്ടും അത് അവതരിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ എല്ലാ തരം ജനങ്ങൾക്കും അഭിപ്രായം പറയാനുള്ളൊരു അവകാശം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമോ ഇത് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇത് ഹിതപരിശോധനയ്ക്ക് വെക്കും. ഭൂരിപക്ഷം ജനങ്ങളുടെ വോട്ട് ഇതിനനുകൂലമായി ലഭിച്ചാൽ മാത്രമേ ഏത് നിയമവും ക്യൂബയിൽ പാസ്സാക്കപ്പെടും. അങ്ങനെയാണ് ഫാമിലി കോഡ് അവിടെ പാസ്സാക്കപ്പെടുന്നത്. 68% ജനങ്ങൾ അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. വോട്ട് ചെയ്യുന്നതിന് മുമ്പ് വലിയൊരു ക്യാമ്പയിൻ പ്രവർത്തനം നടത്തി. മുഴുവൻ ജനങ്ങളെയും വിളിച്ച് അവരോട് സംസാരിച്ച് ഇത് വിശദീകരിച്ച് അവരെ കേട്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി എടുത്തു, അതിൽ മാറ്റം വരുത്തി. അത്രയും ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ വിമർശനം വരുന്നത് അല്ലേ? മാത്രമല്ല ക്യൂബയുടെ പാർലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ക്യൂബയുടെ പാർലമെന്റിൽ 54% സ്ത്രീകളാണ് അവിടെ ഉള്ളത്. ക്യൂബയുടെ പാർലമെന്റിൽ പകുതിയോളം ഉള്ളത് മിക്സ് റേസ് ആയിട്ടുള്ള ആളുകളാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യ എടുത്ത് നോക്കിയാൽ എന്താ സ്ഥിതി? കാണാൻ വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് എത്ര മുസ്ലിങ്ങളെ കാണാൻ വേണ്ടി. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രണ്ടാമത്തെ നാടിന്റെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. ആ ഇന്ത്യയുടെ മന്ത്രിസഭയിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇന്ത്യയുടെ അല്ലെങ്കിൽ നിങ്ങൾ ജുഡീഷ്യറി എടുത്ത് നോക്കാം. അടുത്ത് കണക്ക് വന്നല്ലോ, ജോൺ ബ്രിട്ടാസ് തന്നെയാണ് അത് കണക്ക് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ജുഡീഷ്യറിയിലെ ജഡ്ജിമാരുടെ എണ്ണത്തിലെ ജാതി സവർണരാണ് ഏറ്റവും കൂടുതൽ ബഹുഭൂരിപക്ഷവും ബ്രാഹ്മണരാണ്. പ്രത്യേക കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഏത് ജനാധിപത്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്? ക്യൂബയുടെ പാർലമെന്റിൽ തൊഴിലാളികളെ കാണാൻ വേണ്ടി പറ്റും, കർഷകരുടെ പ്രതിനിധികളെ കാണാൻ പറ്റും, യുവാക്കളുടെ പ്രതിനിധികളെ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള പല സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന ആളുകളെ അവരുടെ പിന്തുണയോടും, ആ ജനങ്ങൾ അവരെ നിരാകരിച്ചാൽ പിന്നീട് അവർക്ക് വരാൻ വേണ്ടി പറ്റില്ല. ജനങ്ങളുടെ പിന്തുണയോടും സപ്പോർട്ടോടും കൂടിയിട്ടാണ്, സമ്മതത്തോടു കൂടിയിട്ടാണ് അവർ അവിടുത്തെ നേതൃത്വമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഏതാണ് ജനാധിപത്യം എന്നുള്ളതാണ് ചോദ്യം. സോഷ്യലിസവും കമ്മ്യൂണിസ്റ്റ് അടക്കമുള്ള ആശയം അത് എത്രത്തോളം ദൃഢതയാർന്ന രീതിയിലാണ് ക്യൂബൻ ജനത മുറുക്കെ പിടിച്ച് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പം ഈ അമേരിക്കയെ വെച്ച് നോക്കുമ്പോൾ അമേരിക്ക ശക്തിയുക്തം എതിർക്കുന്ന ഒരു രാജ്യമാണ് ക്യൂബ. എങ്കിൽ പോലും അവിടുന്ന് വരുന്ന വിദേശികളെ, അവിടുന്ന് വരുന്ന യാത്രികരെ, സഞ്ചാരികളെ, പിന്നെ മറ്റു പല ആവശ്യങ്ങളിലും ക്യൂബയിലേക്ക് വരുന്ന ആളുകൾ ഒരു തരത്തിലും ക്യൂബൻ ജനതയോ ക്യൂബൻ ഭരണാധികാരികളോ എതിർക്കുന്നില്ല. വളരെ നല്ല രീതിയിലാണ് സ്വീകരിക്കുന്നത്. എന്നിട്ടും അങ്ങനെയുള്ള ഒരു രീതിയിലേക്കല്ല പുറം ലോകത്തേക്ക് വരുന്ന വാർത്തകൾ, ക്യൂബയിൽ നിന്നുള്ള വാർത്തകൾ അങ്ങനെയല്ല ക്യൂബയെ പുറം ലോകം കാണുന്നതും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇത് സോഷ്യലിസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം സോഷ്യലിസം മനുഷ്യരിൽ സന്നിവേശിപ്പിക്കുന്ന ഒരു ലോകവീക്ഷണമുണ്ട്. ആ ലോകവീക്ഷണമാണ് സാർവദേശീയത. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ലോകത്തെ ഏതെങ്കിലും മനുഷ്യരോടല്ല, ഭരണകൂടങ്ങളോടായിരിക്കും. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളെ പോലെ കാണുന്നത് ആ ആശയമാണ് സാർവദേശീയത. അതുകൊണ്ടാണല്ലോ ഇപ്പം അർജന്റീനയിൽ ജനിച്ച് അവിടെ മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗ്വാട്ടിമാലയിൽ സഞ്ചരിച്ച് അവിടുത്തെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ലാറ്റിൻ അമേരിക്ക മുഴുവൻ സഞ്ചരിച്ച് പിന്നീട് മെക്സിക്കോയിലേക്ക് പോയി, മെക്സിക്കോയിൽ നിന്ന് ക്യൂബൻ വിപ്ലവകാരികളെ കണ്ട് അവരുടെ കൂടെ ഗ്രാൻഡ്മാ കപ്പലിൽ സാഹസികമായിട്ട് ക്യൂബയിലേക്ക് എത്തി, അവിടെ വിപ്ലവം നടത്തി, അത് വിജയിച്ച് അവിടുത്തെ മന്ത്രിയായി മാറി. അതിനുശേഷം കോങ്കോയിൽ നടക്കുന്ന, ആഫ്രിക്കയിൽ നടക്കുന്ന, മറ്റൊരു ഭാഷ സംസാരിക്കുന്ന നാട്ടിൽ നടക്കുന്ന വിമോചന സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സഖാക്കളെയും കൂട്ടിപ്പോയി അവിടെയുള്ള ആളുകളെ ട്രെയിൻ ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും ലാറ്റിൻ അമേരിക്കയിലെ മറ്റിടങ്ങളിൽ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ പോരാടണമെന്ന തീരുമാനത്തോടു കൂടിയിട്ട് യാത്ര ചെയ്ത് ബൊളീവിയയിലെത്തി. ബൊളീവിയയിൽ നിന്ന് പിടിക്കപ്പെട്ട് രക്തസാക്ഷിയായിട്ടുള്ള ചെഗുവേരയുടെ നാട് ഏതാണ്? ഇതിലേത് നാടാണ് ചെഗുവേരയുടെ നാട്? അയാൾക്ക് എല്ലാ നാടും, മനുഷ്യരുള്ള എല്ലാ നാടും, മനുഷ്യർ ചൂഷണം ചെയ്യപ്പെടുന്ന എല്ലാ നാടും അദ്ദേഹത്തിന്റെ നാടാണ്. ക്യൂബയെ നോക്കുക, ക്യൂബ ലോകത്തെ എല്ലാ വിമോചന പോരാട്ടങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ്. അതുകൊണ്ടാണ് നെൽസൺ തന്നെ എഴുതിയൊരു കവിതയിൽ പറയുന്നുണ്ട്,
ഈ ലോകത്തിലെ എല്ലാ നാടുകളിലും എനിക്കൊരു വീടുണ്ട്, ആ രീതിയിലേക്കാണ് ക്യൂബ മുന്നോട്ട് വെക്കുന്ന സാർവദേശീയത. അതെ അതെ, നെൽസൺ മണ്ടേല പറയുന്നുണ്ട്. ഇപ്പം ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവിൽ നെൽസൺ മണ്ടേലയോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ കൂടെ നിൽക്കാത്തത്, നിങ്ങൾ എന്തിനാണ് ക്യൂബയുടെ കൂടെ നിൽക്കുന്നത്, ഈ ജനാധിപത്യം ഇല്ലാത്ത ക്യൂബയുടെ കൂടെ, ഭീകരന്മാരായിട്ടുള്ള ക്യൂബയുടെ കൂടെ എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ നെൽസൺ മണ്ടേല പറയുന്ന കാര്യം, ഞങ്ങൾക്ക് ഈ കൊടിയ വർണ്ണവിവേചനം അപ്പാർത്തൈഡ് റെജീം അവിടെ ഉണ്ടായപ്പോൾ ഞങ്ങൾ ലോകത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചു. ആദ്യം അഭ്യർത്ഥിച്ചത് അമേരിക്കയോടായിരുന്നു, പിന്തുണക്കാൻ തയ്യാറല്ല. അവര് ദക്ഷിണാഫ്രിക്കയിൽ ഈ അപ്പാർത്തൈഡ് ഭരണകൂടത്തിന്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്, വർണ്ണവെറിയുള്ള കൂടെയായിരുന്നു. പക്ഷെ ഒരു സംശയവുമില്ലാതെ ഞങ്ങളുടെ കൂടെ ആദ്യം മുതൽ നിൽക്കാൻ വേണ്ടി തയ്യാറായ ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് അമേരിക്ക നിങ്ങളുടെ തലച്ചോറിൽ വെച്ച് തന്നിട്ടല്ല, ബോധം കൊണ്ട് എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ ക്യൂബയെ തള്ളി പറയുന്നത് നിങ്ങൾ കരുതരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം അമേരിക്കയിലെ ജനങ്ങളോടല്ല. ഇപ്പം ലാറ്റിൻ അമേരിക്കൻ സ്കൂൾ ഓഫ് മെഡിസിൻ ഉണ്ട്, എലാം എന്നാണ് അതിന്റെ പേര്. ആ എലാമിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ പിന്നോക്ക രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്, സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്. അവിടെ ചില രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ ചെറിയ ഫീസ് അവിടുത്തെ ഭരണകൂടം ഗവൺമെന്റ് നൽകുന്നുണ്ട്. പക്ഷേ അവിടെ പരിപൂർണമായിട്ടും സൗജന്യമായി പഠിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. ഒന്ന് പലസ്തീനിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്, രണ്ട് അമേരിക്കയിൽ നിന്നുള്ള കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അതായത് അമേരിക്കയിൽ നിന്നുള്ള കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ കിട്ടുന്നതിനേക്കാൾ നല്ല മെഡിക്കൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന നാടിന്റെ പേരാണ് ക്യൂബ എന്നുള്ളത്. ഫിഡൽ കാസ്ട്രോയുടെ ഒരു തീരുമാനത്തിന്റെ പുറത്തുണ്ടായിരുന്നു, ഒരു കാരണവശാലും അവരിൽ നിന്ന് ഫീസ് വാങ്ങരുത് എന്നാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക കോവിഡ് കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തയ്യാറാണ് അമേരിക്കയ്ക്ക് മരുന്ന് നൽകാൻ, അമേരിക്കയിലേക്ക് മെഡിക്കൽ സംഘത്തെ അയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ നാടാണ് ക്യൂബ എന്നുള്ളത്. യുദ്ധം ആരോടല്ല, ജനങ്ങളോടല്ല. പണ്ട് വിയറ്റ്നാമിന് നേരെ അമേരിക്ക ഈ യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഹോച്ചിമിൻ അമേരിക്കൻ പ്രസിഡന്റിന് എഴുതുന്ന കത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ വേദനിക്കുന്നത് ഇവിടെ രക്തസാക്ഷികളാകുന്ന ഞങ്ങളുടെ സൈനികരെ ഓർത്തുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ ഇങ്ങോട്ട് അയച്ചിട്ട് ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യരെ കുറിച്ച് ഓർത്തുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ടാണ് വിയറ്റ്നാമിലേക്ക് സൈന്യത്തെ അയക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിൽ പങ്കുചേരാൻ വേണ്ടി പറഞ്ഞപ്പോൾ മുഹമ്മദ് അലി എന്ത് പറഞ്ഞത്, ബോക്സിംഗ് ഇതിഹാസം. കാരണം ആ ലോകത്ത് അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ എന്റെ ശത്രുക്കളല്ല, നിറത്തിന്റെ പേരിൽ അവരെന്നെ അടിച്ചമർത്തുന്നില്ല, ഞാനതിൽ ചേരില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ പേര് സാർവദേശീയത. ഈ സാർവദേശീയ ബോധമുള്ള ജനങ്ങളാണ് ക്യൂബയിലെ ജനങ്ങൾ. അതുകൊണ്ട് അവരെല്ലാവരെയും ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ, നമുക്കൊരു തരത്തിലും മറ്റൊരു നാട്ടിൽ പോയതാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. അത്രമാത്രം ഊഷ്മളത അനുഭവിക്കുന്ന ഒരു ജനതയെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ആ ഒരു അടുപ്പം കേരളത്തോടുകൂടി ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അവിടുത്തെ ഒരു ക്യൂബൻ സ്വദേശി താങ്കളോട് പറഞ്ഞിട്ടുണ്ട്, താങ്കളെ കണ്ടാൽ ഒരു ക്യൂബക്കാരനെ പോലെ തോന്നുന്നുണ്ട്. അതെ, അത് പറഞ്ഞത് അവിടുത്തെ ലേബർ ഹീറോ അവാർഡ് നൽകിയിട്ട് ക്യൂബ ആദരിച്ചിട്ടുള്ള അവിടുത്തെ ഒരു ടീച്ചറായിരുന്നു. ആ ടീച്ചർ ക്യൂബയിലെ മാനസികമായും ശാരീരികമായും വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സ്കൂളിന്റെ ഡയറക്ടറാണ് എസ്തർ എന്ന് പറയുന്ന ടീച്ചർ. ഫിഡൽ കാസ്ട്രോയുടെ ഒക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളായിരുന്നു എസ്തർ. ഫിഡൽ കാസ്ട്രോ സ്കൂളിൽ വന്നിട്ടുണ്ട്. അവരാണ് പറഞ്ഞത്, പിന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം ആയിരുന്നു. പിന്നെ പല സാമ്യതകൾ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോ കേരളത്തിലെ ദിനേശ് ബീഡി കമ്പനികളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബീഡി കമ്പനിയിൽ തൊഴിലാളികൾക്ക് പത്രം വായിക്കുന്ന ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ക്യൂബയിലെ സിഗാർ ഫാക്ടറികളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സിഗാർ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ പണി വായിക്കുക എന്നുള്ളതാണ്, നോവൽ വായിക്കുക അല്ലെങ്കിൽ പത്രം വായിക്കുക എന്നുള്ളത്. അതായത് വായന, അറിവ് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ തൊഴിലാളികളുടെ കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു ബോധം, ഒരു തൊഴിലാളി വർഗ സംസ്കാരം, ഈ സാമ്യത കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് അവിടെ ക്യൂബയിൽ ഇത് കണ്ടപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട്, എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഇങ്ങനെയെല്ലാമുള്ള സാമ്യതകൾ കാണാൻ നമുക്ക്.